വട്ടന്മാർ ചെവിയിൽ വെച്ചുകൊണ്ട് നടക്കുന്ന പൂവ്. അങ്ങനെയാണ് സാധാരണ ചെമ്പരത്തി പൂവിനെ നമ്മൾ അധിക്ഷേപിക്കാറുള്ളത്. പക്ഷേ ഇതിന് എന്തോരം ഔഷധ ഗുണമുണ്ടെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകുന്നുമില്ല. ആവശ്യ നേരത്തെടുത്ത് താളിയായിട്ട് തേക്കാനും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ അത് വരച്ച് അതിൻ്റെ ഔഷധ ഗുണങ്ങളൊക്കെ ഉപകാരപ്പെടുത്താനും ഒക്കെ ആയിട്ട് നമ്മൾ ശ്രമിക്കാറൊക്കെ ഉണ്ട്. നമുക്കറിയത്തില്ലായൊന്നുമില്ല. പക്ഷെ എന്നാലും നമ്മൾ പറയും അവസാനം വട്ടന്മാർ തലയിൽ വെക്കുന്ന പൂവാന്ന്. ശരിയാണ്, ഒരുപാട് പേര് തഴഞ്ഞ, ഒരുപാട് പേര് ഒഴിവാക്കി വിട്ട പൂക്കളിൽ ഒന്നാണ് ചെമ്പരത്തിപ്പൂ. ഈ പ്രണയദിനത്തിൽ ഡെഫിനറ്റ്ലി ചെമ്പരത്തിപ്പൂവിനേക്കാൾ വലിയ വേറെ ഓപ്ഷനൊന്നുമില്ല എനിക്കുണ്ടാകാൻ. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പൂവാണ് ചെമ്പരത്തിപ്പൂവ്. അതിൻ്റേതായൊരു ഭംഗിയുണ്ട്, വലിയ ഇതളുകളുണ്ട്, നല്ല ബ്രൈറ്റ് കളറുണ്ട്. എന്തായാലും ഇന്നത്തെ പ്രണയദിനത്തിന് ഞാനൊരു ചെമ്പരത്തിപ്പൂ ഉണ്ടാക്കി. ബൈ.